ഹലോ, കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്താൻ പോകുന്ന കാർത്തികാണ് നമ്മുടെ ഒപ്പം. കാർത്തിക്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. കാർത്തികിന് ഈ മൂവിത്തെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയാമോ? ക്യാരക്ടർ മനു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ധ്യാൻ ചേട്ടൻ ലീഡ് ചെയ്യുന്നൊരു നാടൻ പാട്ട് ട്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഗിറ്റാറിസ്റ്റാണ് മനു. പണ്ടെന്നാലം മുതൽ ഈ ട്രൂപ്പിൽ ഗ്യാങ്ങിൻ്റെ കൂടെയുള്ള ക്യാരക്ടറിന് വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്. ഇപ്പോൾ പറയാൻ പറ്റില്ല. മെയിൻ ട്വിസ്റ്റ് ആണോ? അങ്ങനെയല്ല, അത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും. സസ്പെൻസ് ആയിട്ട് വെക്കേണ്ട ഒന്നാണ്, നമുക്ക് മുന്നേ പറയാൻ പറ്റില്ല എന്നാണല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു അല്ല അതിപ്പോൾ പറയുന്നില്ലല്ലോ. ഇല്ല, സർപ്രൈസ് ആണ്. അതെ, ഡയറക്ടർ സാർ പറഞ്ഞ പിന്നെ ഫീലില്ല. അപ്പൊ ഗിറ്റാറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളല്ലേ? അപ്പോൾ ഇതിനു മുന്നേ മ്യൂസിക് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഒരു ബന്ധമില്ല. ആദ്യത്തെ ആയിട്ടാണ് മ്യൂസിക്കിലായിട്ട്. അല്ല, ഞാൻ സിംഗറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്തിൽ. അതല്ലാണ്ട് എനിക്ക് ഞാൻ പേഴ്സണൽ മ്യൂസിക്കായിട്ട് ബന്ധമില്ല. അപ്പൊ എങ്ങനെ ഗിറ്റാറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും അറിയട്ടെ? വിഷയമായിരുന്നു. അവിടെ പോയിട്ട് കാണിച്ചതനുസരിച്ച് ചെയ്താ. എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ഞാനിപ്പോ ഔട്ട് കാണുമ്പോൾ അല്ല, അവിടെ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ബാക്കി എനിക്ക് തോന്നുന്നു അവിടെ മ്യൂസിക്കിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ തന്നെ പരിപാടിയൊക്കെ കാണിച്ചു തന്നു, ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മൊത്തം ആക്ടിങ് അല്ലേ. പിന്നെ ഈ മൂവിയിലോട്ട് എങ്ങനെ വരുന്നത്, ഈ ഒരു ക്യാരക്ടർ എങ്ങനെ കിട്ടുന്നത്? എനിക്ക് റാൻഡമായിട്ട് കോൾ വന്നാണ്. കൺട്രോളർ ദീപിച്ചേട്ടനെ അറിയാമായിരുന്നു. ദീപിച്ചേട്ടൻ വേറൊരു പടത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞ സമയത്ത് നടന്നില്ല. പിന്നെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ച് അങ്ങനെ വന്ന് ഞാൻ മഹേഷേട്ടനെ മീറ്റ് ചെയ്ത് കഥയൊക്കെ കേട്ട്. ഇപ്പോൾ ഇതിന് മുന്നേ ചെയ്ത സിനിമയിലാണെങ്കിലും ഒരുപാട് നമ്മുടെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മൂവിയിലാണെങ്കിലും കുറേ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനൊപ്പം അഭിനയിക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു അവരൊപ്പം എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര കൂളായിട്ട് ഷൂട്ട്. എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര കൂളായിട്ട് ചെയ്ത. ഇല്ല, ഇതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി ടെൻഷനൊക്കെ കുറവായിരുന്നു. കാരണം ധ്യാൻ ചേട്ടനുണ്ട് ഫുൾ ടൈം ഇങ്ങനെ നമ്മളെ ചില്ലി. അതെ, അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ജാഫ്രിക്കയുടെ തൊട്ട് മുന്നത്തെ പടത്തിൽ ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്, ചാട്ടുളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് റിലീസുണ്ട്. അപ്പോൾ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെ വർക്ക് ചെയ്യണം. അപ്പം ജാഫ്രിക്ക അന്നേ മുതൽ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ അതും കംഫർട്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പോലെയല്ല. ബാക്കി നമ്മളൊരു സിനിമ ചെയ്യാൻ വരുമ്പോൾ ഒരു ആക്ടർ എത്രത്തോളം നമ്മളെ കംഫർട്ടാക്കുമെന്ന് പറഞ്ഞാലും നമുക്കൊരു സാധനം ഉള്ളിൽ കിടക്കും പെർഫോം ചെയ്യുന്ന സമയത്ത്. പക്ഷെ ധ്യാൻ ചേട്ടൻ പക്ഷെ തരുന്നത് ഒരു വേറെ ടൈപ്പ് വൈബാണ്. അത് അതിനെ നമ്മൾ കംഫർട്ട്. അതെ. പിന്നെ പക്രു ചേട്ടനായാലും ഭയങ്കര അനിയൻ എന്നുള്ള സാധനം തരെയും. സ്നേഹ പിന്നെ ഞങ്ങൾ സെയിം ഏജാണ്. പെട്ടെന്ന് ഞാൻ സ്നേഹമായിട്ട് സിങ്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ഡയറക്ടർ സാറ് മൂവിയിൽ മുന്നേ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഡയറക്ടർ സാറിനൊപ്പം എങ്ങനെ ആള് നല്ല ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ മൂവിയിലോട്ട് വന്നപ്പോൾ? അതെ, ഞാൻ പറഞ്ഞു ഭയങ്കര കൂളായിട്ട് വർക്ക് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ സമയത്ത് പടത്തിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടറിൻ്റെ ഇൻപുട്ട് ആ സമയത്ത്. ഇത് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു? വ്യത്യസ്തത അങ്ങനെ വെച്ചാൽ അങ്ങനെ വ്യത്യസ്തത ഇല്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് വേറൊരു ഷെയ്ഡുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു വേറൊരു സാധനം എന്ന് എനിക്ക് തോന്നി. അല്ലാണ്ട് ചെയ്തതിൽ നിന്ന് ഒത്തിരി ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇതൊരു കോമഡി ട്രാക്കിലുള്ള ക്യാരക്ടർ തന്നെ. ഞാൻ ഗപ്പിയിലൊക്കെ ചെയ്തതും ഈ പറഞ്ഞ പോലെ കോമഡി ട്രാക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറ്? ലൈക്ക് ഇന്ന ടൈപ്പ് ക്യാരക്ടർ വേണം, അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പടങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെയാണ് നോക്കാറുണ്ടോ? ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇന്ന ക്യാരക്ടർ എനിക്ക് ചേരുവായിരിക്കും, അങ്ങനെ വല്ലതും നോക്കിയിട്ട് ചെയ്യും? അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്യാറ്. ഇപ്പോൾ നേരത്തെ എനിക്ക് വരുന്ന പടങ്ങളൊക്കെ പിടിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ തിരക്കില്ലാത്ത ഓഫേഴ്സ് ഒത്തിരി അല്ല, കുറച്ച് ഉള്ളതിൽ നിന്ന് ഞാനിപ്പോൾ പിക്ക് ചെയ്തിട്ടാണ്. എനിക്ക് പ്രതീക്ഷ ഉള്ള 2-3 പടങ്ങളും കൂടി ഇറങ്ങാനുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ റിലീസ് ചെയ്യുന്ന പടങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ചൂസ് ചെയ്തിട്ടാണ്. ലൊക്കേഷനിൽ എങ്ങനെയൊക്കെയായിരുന്നു? ഇപ്പം ഓൾറെഡി പറഞ്ഞു ഫണ്ണി ആയിരുന്നു, അല്ല ഭയങ്കര മെമ്മറബിൾ, ഭയങ്കര ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഓർത്തിരിക്കുന്നത് ധ്യാൻ ചേട്ടൻ്റെ ഒപ്പമുള്ള എല്ലാം അങ്ങനെ തന്നെ. ധ്യാൻ ചേട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്തത്
ധ്യാൻ ചേട്ടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഇരുന്ന് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ധ്യാൻ ചേട്ടനെ കാണുന്നത് എനിക്ക് തോന്നണം നായികയുടെ അച്ഛനമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഷൂട്ട് ചെയ്യണം, ഒരു കേക്ക് കട്ടിങ് സീൻ അങ്ങനെ. അപ്പോൾ ധ്യാൻ ചേട്ടൻ വൈകിയാണ് വരുന്നത്, നമുക്ക് എല്ലാവർക്കും മാർക്ക് തന്നിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ധ്യാൻ ചേട്ടൻ വന്ന് നിന്നു, മറ്റേ പാർട്ടി പോപ്പില്ലേ പൊട്ടിക്കുന്നത്, അത് പൊട്ടിക്കുന്ന ഒരു സീൻ. അപ്പം ഞാനാണത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എത്ര ചെയ്തിട്ട് ഒരു 3-4 ടേക്ക് പോയിട്ട് ഇത് പൊട്ടുന്നില്ല, ഇത് ഓരോ പൊട്ടില്ലല്ലോ. അതെ. അപ്പം ഇതിങ്ങനെ തീർന്നപ്പോൾ ടീമിൻ്റെ കയ്യിൽ സാധനം തീരാറായെന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത് വർക്കാകുന്നു. ധ്യാൻ ചേട്ടൻ വാങ്ങിച്ചിട്ട് എന്തി കാണിക്കുന്നത് നമ്മൾ തിരിച്ചപ്പോഴേക്കും ഇത് മൊത്തം പൊട്ടിയിട്ട് താഴെ വീണ്. പുള്ളി ഇത് എൻ്റെ തന്നിട്ട് ഇറങ്ങിയ ഒറ്റ ഓട്ടം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ധ്യാൻ ചേട്ടനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ആയിരുന്നു ത്രൂ ഔട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം മറ്റു ഷൂട്ട് അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. അതെ, സിനിമ ഞാൻ ഓഡിഷൻസിന് പോയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഡയറക്ഷനും എഴുത്തൊക്കെ അങ്ങനത്തെ പരിപാടിയായിരുന്നു ഇഷ്ടം. അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ AD ആയിട്ട് കയറാനുള്ള കുറച്ച് ശ്രമങ്ങൾ നടത്തി, നടന്നില്ല. കോണ്ടാക്ട്സിൻ്റെ ഒക്കെ കുറവ് കണ്ടിട്ട് പിന്നെ അഭിനയിക്കാനാണ് കുറച്ചും കൂടെ ചാൻസ് കിട്ടാൻ എളുപ്പമെന്ന് തോന്നി. ഇപ്പം ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പം നമ്മുടെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇപ്പോഴും സോഷ്യലി റെലവെൻ്റ് ആയിട്ട് ഒരു റിലേറ്റഡ് സബ്ജക്റ്റാണ്. അപ്പോൾ എന്തായിരുന്നു കഥ കേട്ടപ്പോൾ തോന്നിയത്? ഭയങ്കര എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ചുറ്റും നടക്കുന്ന കഥയാണെന്ന് അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു? എനിക്ക് അതിനേക്കാൾ ഉപരി സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരേ സമയം 3 ട്രാക്ക് പോകുന്നുണ്ട്, 3 കഥകൾ ഒരേ പാരലലി പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കോമഡി ട്രാക്ക്, ഒരു കുറ്റാന്വേഷണം, അങ്ങനത്തെ പരിപാടി, അങ്ങനെ 3 ട്രാക്ക് ഉണ്ട്. 3ഉം കൂടി കമ്പൈൻ ആവുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു സ്ക്രിപ്റ്റ്. അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ചെയ്തത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് തോന്നി. ഇപ്പോൾ നമ്മുടെ മൂവിയിലാണെങ്കിലും കുറേ കാസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ജാഫർക്കായിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്, പത്തു ചേട്ടനൊക്കെ കംഫർട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെലിം ചേട്ടൻ്റെ ഒപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സലിം ചേട്ടനായിട്ട് കോമ്പിനേഷൻ ഇല്ല. ഞാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതിൽ അപ്പനും മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒത്തിരി കാലമായില്ലേ, 2018-ലായിരുന്നു. ഇത് ഈ പടത്തിൽ കോമ്പിനേഷൻ ഒന്നുമില്ല. എനിക്ക് ഷാജോൻ ചേട്ടനായിട്ടും പിന്നെ ഞങ്ങൾ 5 പേര് ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ വീണ്ടും ആ സിനിമയിൽ അപ്പനും മോനായിട്ട് അഭിനയിച്ച് ഈ സിനിമയിൽ ഡയറക്റ്റ്ലി കണ്ടപ്പോൾ എന്തെങ്കിലും മീറ്റ് ചെയ്തിട്ടുമില്ല, കോമ്പിനേഷൻ ഇല്ല. ആളെ കണ്ടേ ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മുടെ സിനിമയാണെങ്കിലും റിലീസിന് ഒരുങ്ങുകയാണല്ലോ. ഇപ്പോൾ ഇതൊരു ഫാമിലി മൂവിയാണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എന്താ കാർത്തികിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ആയിട്ട് ഇപ്പോഴത്തെ ജനറേഷനാണല്ലോ. അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഫാമിലി ത്രില്ലർ, യൂത്തന്മാർക്ക് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫാമിലി ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ഫാമിലി മൂവീസ് ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ അതെന്താ അങ്ങനെ ചോദ്യം? ഇപ്പൊ ട്രെൻഡ് ഇപ്പൊ വേറെയാണ്. ഞാൻ ചോദിച്ചത്, നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ പൊതുവെ എല്ലാവരും ത്രില്ലർ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന്റെ പിറകെ ഓടുന്നവരാണല്ലോ. ഇപ്പോഴും നമ്മുടെ ജനറേഷൻ ഇപ്പോഴും ഫാമിലി മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ കുമ്പളങ്ങ ഭയങ്കര ഹിറ്റല്ലേ? കുമ്പളങ്ങ ഹോമൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത പടങ്ങളാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വേറെയാണ്. ഇപ്പോൾ ഒരു ആവേശം അങ്ങനത്തെ ഒരു സാധനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ഫാമിലി എന്റർടൈനർ ഇറങ്ങി അതും ഇവിടെ ഹിറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ മൂവി ആണെങ്കിലും റിലീസിന് ഇറങ്ങുന്നത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? 31-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോമഡി ട്രാക്കിലുള്ള എന്നാൽ കുറച്ച് ഒരു സസ്പെൻസ് പരിപാടികളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അപ്പോൾ കഴിയുമെങ്കിൽ ഒന്ന് 31st സിനിമ കാണുക. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കാർത്തികിന് ഇനി നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.